Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ ടെക്നോളജീസ് പഠിക്കുന്നവർക്കുണ്ടാകുന്ന, എല്ലാവർക്കും അല്ല, ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, അറിഞ്ഞുകൂടാത്തവരുണ്ടാകാം, എങ്കിലും കോമൺ ആയിട്ട് പറയുന്നു, ഇലക്ട്രിക്കൽ ടെക്നോളജിക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം കണക്കിലൂടെ പരിഹരിക്കുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിന്റെ കണക്കുകളാണ്. കേൾക്കുമ്പോൾ ബോറടിക്കുന്നു തോന്നരുത്, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ബൾബ് വിത്ത് ഹോൾഡർ 3 എണ്ണം. ബൾബ് എന്ന് പറയുന്നത് 100 വാട്ട് 250 വോൾട്ട്, 50 വാട്ട് 250 വോൾട്ട്, 25 വാട്ട് 250 വോൾട്ട് എന്നുള്ള രീതിയിലാണ്. ഇത് നമുക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇനി വേണ്ടത് SPST, അതായത് 1 വേ സ്വിച്ചസ് ആണ്. 6 ആംപിയറിന്റെ ഒരെണ്ണം, 6 ആംപിയർ 250 വോൾട്ടിന്റെ ഒരെണ്ണം. പിന്നെ നമുക്ക് വേണ്ട എന്താണ്, കണക്ട് ചെയ്യാനുള്ള വയേഴ്സ് ആണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിംഗ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയടിക്ക് നിങ്ങളെ പാർട്സ് ആയിട്ട് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. ഒറ്റയടിക്ക് സർക്യൂട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പൊ സർക്യൂട്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ലൈറ്റ് 1 എന്ന് പറയുന്നത് 100 വാട്ട് 250 വോൾട്ടിന്റെ ഒരു ബൾബാണ് ഇരിക്കുന്നത്. 3 ബൾബുകൾ സീരീസ് ആയിട്ട് വെച്ചിട്ട് ഒരു സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ലൈറ്റ് എന്ന് പറയുന്നത് 50 വാട്ട് 250 വോൾട്ടും, മൂന്നാമത്തെ ലൈറ്റ് എന്ന് പറയുന്നത് 25 വാട്ട് 250 വോൾട്ടുമാണ്. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കത്തിച്ച് കണ്ടാലേ, നമുക്ക് ഒന്ന് കത്തിച്ച് നോക്കിയാലോ? കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും ബ്രൈറ്റ് ആവേണ്ടത്? നമ്മുടെ കണക്ക് പ്രകാരം 100 വാട്ടിനാണ് പ്രകാശം കൂടുതൽ കിട്ടേണ്ടത്, അല്ലേ? 50 വാട്ടിന് ഇത്തിരി കുറവ്, 25 വാട്ടിന് വളരെ കുറവ്. പക്ഷെ ഇവിടെ നോക്കി, 100 വാട്ട് വളരെ മിനിങ്ങി കത്തുന്നു, 50 വാട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്, 25 വാട്ട് നല്ല ബ്രൈറ്റ് കത്തുന്നു. അതായത് പവർ കുറഞ്ഞ ബൾബാണ് ഇവിടെ സീരീസ് കണക്ഷനിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്. എന്തുകൊണ്ട് 100 വാട്ടിനേക്കാളും 50 വാട്ടിനേക്കാളും 25 വാട്ട് കൂടുതൽ ബ്രൈറ്റ് ആയി? ഇതാണ് നമ്മളിന്ന് പരിഹരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്ന. നമുക്ക് നോക്കാം. നമ്മുടെ അതിന്റെ തിയറിറ്റിക്കൽ മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ്, വാട്ട് വാസ് ദ റീസൺ? എന്താണ് കാരണം? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സീരീസ് സർക്യൂട്ടിനകത്ത് കാണുന്നത്. സീരീസ് സർക്യൂട്ട്, ദ കറന്റ് I is constant in all over the circuit, അല്ലെ? അപ്പൊ ഒരു സീരീസ് സർക്യൂട്ടിനകത്ത് നമ്മള് പലർക്കും അറിഞ്ഞിടാത്തവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. ഒരു സീരീസ് സർക്യൂട്ടിനകത്ത് കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അങ്ങനെ, പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 3 ലൈറ്റിനും കൂടി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന വോൾട്ടേജുകളുടെ ആകെത്തുക സം ആയിരിക്കും. V1 പ്ലസ് V2 പ്ലസ് V3. അതായത് 100 വോൾട്ടിന്റെയും 100 വാട്ടിന്റെയും 50 വാട്ടിന്റെയും 25 വാട്ടിന്റെയും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം ആയിരിക്കും ഈ പറയുന്ന ടോട്ടൽ വോൾട്ടേജ്, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആണോ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, തിയററ്റിക്കലി നമുക്കൊന്ന് പ്രൂവ് ചെയ്യുകയാണ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം ഈ സർക്യൂട്ടില്. നമ്മൾ ആദ്യമേ പറഞ്ഞു സീരീസ് സർക്യൂട്ടിനകത്ത് കറണ്ട് എല്ലായിടത്തും ഒരേപോലെയാണ്, കോൺസ്റ്റന്റ് കറണ്ടാണ്, സെയിം കറണ്ടാണ് എല്ലായിടത്തും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇക്വേഷൻ എന്താണ്? I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3 എന്നാണ്. അതായത് I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. പക്ഷേ നമുക്ക് റെസിസ്റ്റൻസ് അറിയത്തില്ല. 100 വാട്ടിന് എത്ര റെസിസ്റ്റൻസ്, 50 വാട്ടിന് എത്ര റെസിസ്റ്റൻസ്, 25 വാട്ടിന് എത്ര റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ വോൾട്ടേജും പവറും മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്കറിയാം പവർ P ഈസിക്കൽ ടു V²/R എന്നാണ്. അങ്ങനെയാണെങ്കിൽ R ഈസിക്കൽ ടു V²/P എന്നാണ്. ഇവിടെ R1 ഈസിക്കൽ ടു V²/100 വാട്ട്. അങ്ങനെയാണെങ്കിൽ R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V²/
50 വാട്ട്. അങ്ങനെയാണെങ്കിൽ R3 എന്ന് പറയുന്നത് V²/ 25 വാട്ട് എന്നായിരിക്കും. അങ്ങനെ അപ്പോ R1 എന്ന് പറയുന്നത് 250 ഗുണം 250 ഡിവൈഡഡ് ബൈ 100 വാട്ട് എന്ന് പറയുമ്പോൾ 625 ഓം എന്ന് വരും. R2 എന്ന് പറയുന്നത് 1250 ഓം വരും. അങ്ങനെയാണെങ്കിൽ R3 എന്ന് പറയുന്നത് 2500 ഓം വരും. ഇപ്പോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് 100 വാട്ടിന്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് വളരെ കുറവും 50 വാട്ടിലുള്ളത് അല്പം കൂടെ കൂടുതലും 25 വാട്ടിന്റെ വളരെയധികം കൂടുതൽ ആണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ടോട്ടൽ കറണ്ട് എങ്ങനെയാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാം. V/R ആണ് കറണ്ട് I എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് സം എടുക്കണം. V/R1 + R2 + R3 ആണ്. R1 + R2 + R3 എത്രയാണ്? 250/625 പ്ലസ്, അതായത് 100 വാട്ടിൻ്റെത്, അത് കഴിഞ്ഞ് 1250 50 വാട്ടിൻ്റെത് പ്ലസ് 2500 25 വാട്ടിൻ്റെത്, അതായത് 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 4375 ഓം എന്നാണ്. അപ്പൊ നമ്മുടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.057143. അത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, എന്നാലും ഇത്രയും ആംബിയർ ആണ്. വളരെ മൈന്യൂട്ട് കറണ്ടാണ് അതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വോൾട്ടേജ് അക്രോസ് 100 വാട്ട് ബൾബ് നോക്കാം. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? I/R ആണ്. I/R ആണ് ഇവിടെ. I/R1 എന്ന് പറയുന്നത് 100 വാട്ടിന് അക്രോസ് 625 ഓമേ ഉള്ളൂ. അപ്പം 0.57143 എന്ന് പറയുന്ന അതേ ഇൻറ്റു 625 എന്ന് പറയുമ്പോൾ 35.72 വോൾട്ട് എന്ന് കിട്ടും. അതായത് 100 വാട്ടിന് അക്രോസ് ആയിട്ട് 35 വോൾട്ടേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തതോ 50 വാട്ടിനുണ്ടെങ്കിൽ 71 വോൾട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്തത് 25 വാട്ടിനുണ്ടെങ്കിൽ 142 വോൾട്ട് വരുന്നു. ഇപ്പൊ നോക്കിയേ, 25 വാട്ട് ബൾബിന് അക്രോസ് ആയിട്ട് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നു. 50 വാട്ടിൽ ഏകദേശം അതിന്റെ പകുതിയേ വരുന്നുള്ളൂ. 100 വാട്ടിൽ അതിന്റെയും പകുതിയേ വരുന്നുള്ളൂ. ഇപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ പിടികിട്ടി കാണും എന്തുകൊണ്ട് 100 വാട്ട് വട്ടം കുറഞ്ഞു കത്തി 50 വാട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ആയി 25 വാട്ടിന് നല്ല ബ്രൈറ്റ് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. ഈ 35.72 71.42 142.86 കൂടെ ഒന്ന് കൂട്ടി നോക്കുമ്പോ നമുക്ക് എത്ര കിട്ടുന്നു? നമ്മൾ അപ്ലൈ ചെയ്ത 250 വോൾട്ട് തന്നെ ഇവിടെ കിട്ടും. ഇപ്പോ ഐഡിയ ആണല്ലോ അല്ലെ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഇതേ കാറ്റഗറിയിലുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.